മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 21/9/1992 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. പുണർദമാണ് നക്ഷത്രം, പുണർദം 2-ാം പാദം, മകരലഗ്നം. ലഗ്നത്തിൽ ശനി ഗുളികൻ, 2, 3, 4, 5 ഭാവങ്ങൾ ശൂന്യം. 6-ൽ കുജൻ, ചന്ദ്രൻ, കേതു, 7, 8 ഭാവങ്ങൾ ശൂന്യം. 9-ൽ സൂര്യൻ, ബുധൻ, ഗുരു. 10-ൽ ശുക്രൻ, 11 ശൂന്യം. 12-ൽ രാഹു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. അത്യാവശ്യം നല്ല ഒരു ഗ്രഹനില തന്നെയാണിത്, 1-2 കാര്യങ്ങൾ ഒഴിച്ച്. ഒന്ന്, മകരലഗ്നം, ലഗ്നത്തിൽ ശനി, ശശ മഹായോഗം. പൊതുവേ അത് വളരെ വലിയ ഫലങ്ങൾ, നേട്ടങ്ങൾ, ഗുണങ്ങൾ, മെച്ചമൊക്കെ കിട്ടുന്ന ഒരു അവസ്ഥ തന്നെയാണ്. പക്ഷേ അവിടെ ഗുളികൻ്റെ സാന്നിധ്യമുണ്ട്, ശനി ഗുളികൻ കോമ്പിനേഷനുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിലേ എന്ന് പറയുന്ന, അല്ലെങ്കിൽ താമസിക്കുക, വൈകുക പോലെയുള്ള കാര്യങ്ങൾക്കുള്ള സാധ്യത ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് വളരെ കൂടുതലാണ്. എന്നാൽ അവിടെ വ്യാഴം ലഗ്നാൽ 9-ൽ ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് ലഗ്നത്തിലേക്ക് 1, 2, 3, 4, 5 തൻ്റെ 5-ാം ദൃഷ്ടി നടത്തുന്നു. വളരെ നല്ലതാണ്. ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് ഗുളികൻ്റെ നെഗറ്റീവ്സിനെ ശമിപ്പിക്കാൻ ഒരു ഗ്രഹനിലയിൽ അവകാശമുള്ള ഏക ഗ്രഹം എന്ന് പറയുന്നത് വ്യാഴമാണ്. അപ്പോൾ അത്തരം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഗുളികൻ നിൽക്കുന്ന ഇടത്തേക്ക് വന്ന് പതിക്കുന്നത് ഗുളികൻ്റെ നെഗറ്റീവ്സിനെ കുറയ്ക്കുകയും ലഗ്നത്തെയും ലഗ്നാധിപനെയും കൊണ്ടുള്ള ഗുണത്തെയും കൂട്ടുകയും ചെയ്യും. ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഇവിടെയാണ് ലഗ്നത്തിൽ ഗുളികൻ നിൽക്കുന്നു ശനിയോടൊത്ത്, പൊതുവെ അത് ഭയക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അവിടെ ഗുളികൻ്റെ പവറിനെ ശമിപ്പിച്ചുകൊണ്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടി, പ്രത്യേകിച്ചും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം, ലഗ്നത്തിലേക്ക് വരുന്നത് പേര്, അംഗീകാരം, പ്രശസ്തി, കഴിവ്, അറിവ്, നേട്ടം എല്ലാം തന്നെയാണ്. അതുപോലെ മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ലഗ്നാൽ 6-ൽ അതല്ലെങ്കിൽ 8-ൽ ഈ 2 ഭാവങ്ങളിൽ കുജൻ എന്ന് പറയുന്ന ഗ്രഹം നിന്ന് കഴിഞ്ഞാൽ പൊതുവെ എല്ലാ കാര്യങ്ങളിലും, ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കൊടുത്ത് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. വാഹനങ്ങൾ ഉപയോഗിക്കുക പോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ, സാഹസിക കാര്യങ്ങൾ ചെയ്യുന്ന പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ വേണം പോകാനായിട്ട്. പ്രത്യേകിച്ച് കുജൻ്റെയൊക്കെ അപഹാരം വരുന്ന സമയങ്ങളിൽ, ഇവിടെ കുജനും ചന്ദ്രനും ഒരുമിച്ചാണ് നിൽക്കുന്നത്, ശശിമംഗള യോഗമാണ്, 6-ലാണ് എന്നതൊഴിച്ചാൽ. കേതു ഉണ്ട് അവിടെ, രാഹുവിൻ്റെ സാന്നിധ്യമുണ്ട്. രാഹു എന്ന് പറയുമ്പോൾ ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷമാണ്. അപ്പോൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, സാഹസികത സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യുന്ന ഘട്ടങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ, മുൻകരുതൽ എടുത്ത് തന്നെ വേണം ഇത്തരം ആളുകൾ അത്തരം സന്ദർഭങ്ങളെ സമീപിക്കാനായിട്ട്. ഇവിടെ എന്ത് തന്നെ വന്നാൽ തന്നെയും ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ സംരക്ഷണമുണ്ട്. എന്നാൽ തന്നെയും അറിഞ്ഞുകൊണ്ട് അബദ്ധങ്ങൾ ഒഴിവാക്കാമല്ലോ. അതുപോലെ ലഗ്നാൽ 10-ൽ കർമ്മസ്ഥാനത്ത്, തൊഴിൽ സ്ഥാനത്ത് ശുക്രൻ മാളവ്യ യോഗം വർഗോത്തമം ചെയ്തു നിൽക്കുന്നു. അങ്ങേയറ്റം നല്ലതാണ്. എന്ന് വച്ചാൽ പ്രതികൂലമായിട്ടുള്ള ഒരു തൊഴിൽ മേഖലയിലേക്ക് പോയാൽ കൂടെ അവിടെ അനുകൂലമായ കാര്യങ്ങൾ സംഭവിപ്പിക്കാൻ തക്ക ശേഷി ഇത്തരം ശുക്രൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മാളവ്യ യോഗം എന്ന് പറയുന്ന യോഗത്തിന് ഉണ്ട്. അത് ആ വ്യക്തി തന്നെ സംസാരിച്ചപ്പോൾ പറഞ്ഞ അനുഭവത്തിൽ വന്നു എന്ന് പറഞ്ഞ കാര്യവുമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ വ്യക്തിക്ക് ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ടെന്ന് വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള സൈൻ തന്നെയാണ്. ലഗ്നാൽ 10-ൽ ശുക്രൻ വർഗോത്തമം ചെയ്തു നിൽക്കുന്നു എന്ന് വെച്ചാൽ നവാംശത്തിലും ശുക്രൻ്റെ സ്ഥാനം അതേ ഭാവത്തിൽ തന്നെ എന്നർത്ഥം. അപ്പോൾ തൊഴിൽ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് വിദേശ യാത്രകൾ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതീവ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയുമാണ് ഇദ്ദേഹം. അപ്പോൾ വിദേശ യാത്രകൾ നടത്തുക വഴി, ജോലികൾ വഴി ധാരാളം പണം സമ്പാദിക്കാനുള്ള, 2-ാം ഭാവാധിപൻ ശനി ലഗ്നത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലാണ്. അവിടെ ഈ ഗുളികൻ ചെറിയ ബ്ലോക്സ് ആദ്യഘട്ടത്തിൽ ഉണ്ടാക്കുമെന്നതൊഴിച്ചാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി അത് പരിഹരിക്കുകയും ധനസ്ഥാനം മെച്ചപ്പെടുകയും ചെയ്യും. അവിടെയാണ് മാളവിയോഗം, അവസരങ്ങൾ ഉണ്ടാകും, ഒന്നിലധികം തേടി വന്നുകൊണ്ടേയിരിക്കും, സെലക്ട് ചെയ്യാം. പക്ഷേ ഇദ്ദേഹം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്
ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് ഒരു ചെറിയ ഡിലേ അവിടെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ശനിയുടെ 10ാം ദൃഷ്ടി ശുക്രനിലേക്ക് വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് വന്ന് തട്ടുമ്പോൾ ഉച്ചദൃഷ്ടിയായിട്ട് മാറും. തുലാത്തിൽ ശനി ഉച്ചനാണ്. പക്ഷേ ശനിയുടെ സ്വഭാവം പതുക്കെ സഞ്ചരിക്കുക അല്ലെങ്കിൽ പതുക്കെ ഗുണങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നതായതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആദ്യം ചെറിയൊരു കൺഫ്യൂഷൻ, അതല്ലെങ്കിൽ എങ്ങനെ തുടങ്ങണമെന്ന് പറയുന്ന ഒരു ചെറിയ ആശങ്ക ഉണ്ടാവുകയും പിന്നീട് അത് അദ്ദേഹത്താൽ തന്നെ പരിഹരിക്കപ്പെടുകയും ചെയ്യും. ഇദ്ദേഹം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് ലഗ്നാൽ 12-ൽ രാഹു ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു. കുജൻ്റെ ദൃഷ്ടിയുണ്ട് അവിടെ, പരസ്പരം ദൃഷ്ടിയാണ് കുജനും രാഹുവും. ചന്ദ്രൻ്റെ ദൃഷ്ടിയും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ രാഹുവിൻ്റെ സാന്നിധ്യം 12-ൽ വ്യയസ്ഥാനത്ത് ഉള്ളതുകൊണ്ട് തന്നെ ഗുളികൻ്റെ ദൃഷ്ടിയും ഉള്ളതുകൊണ്ട് തന്നെ ചെലവുകളെ അങ്ങേയറ്റം കരുതുക. ചെലവുകളെ, അനാവശ്യമായിട്ടുള്ള ചെലവുകൾ അദ്ദേഹം വഴിയോ അല്ലാതെയോ അദ്ദേഹത്തിലേക്ക് എത്തിപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അനാവശ്യമായി പണം കളയുക എന്ന് പറയുന്നത് ഒരു മോശം ശീലമാണ് എന്ന് മനസ്സിലാക്കി കൃത്യമായി ചിലവാക്കേണ്ടത് മാത്രം ചിലവാക്കി പോവുക. എല്ലാത്തിനും ഒരു കണക്കും വ്യവസ്ഥിതിയും വച്ച് തന്നെ ഇത്തരക്കാർ പോവുക. ലഗ്നാൽ 12-ൽ രാഹു, അതല്ലെങ്കിൽ കേതു, അതല്ലെങ്കിൽ ഗുളികൻ, അതല്ലെങ്കിൽ നീചമായിട്ടുള്ള ഗ്രഹങ്ങളൊക്കെ 12-ൽ നിന്ന് കഴിഞ്ഞാൽ അത് ചെലവിൻ്റെ സ്ഥാനം, വ്യയസ്ഥാനമാണെന്നും അത്തരക്കാർ എല്ലാ കാര്യങ്ങളും പണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിലവഴിക്കുന്നതിനൊരു കണക്കും കാര്യവും വ്യവസ്ഥിതിയും ചിട്ടയും വേണമെന്ന് നിർബന്ധമായും മനസ്സിലാക്കുക. അതല്ലാത്ത പക്ഷം അത് നല്ലതല്ല എന്നും തിരിച്ചറിയുക. അതുപോലെ തന്നെ ഇതിലൊരു പ്രധാന നെഗറ്റീവ് എന്ന് പറയുന്നത് ലഗ്നാൽ 7-ൽ ഗ്രഹങ്ങൾ ഇല്ല. 7ാം ഭാവാധിപൻ കുജനോടൊത്ത് നിൽക്കുന്നു. പൊതുവെ കുജൻ ചന്ദ്രൻ നല്ല കോമ്പിനേഷൻ തന്നെയാണ്. പക്ഷേ ഗുളികനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ 3, 6, 7 7ാം ദൃഷ്ടി വിവാഹ സ്ഥാനത്തേക്ക് വരുന്നുണ്ട്. വിവാഹം വൈകും, ഒരു തർക്കവുമില്ല. 7ാം ഭാവാധിപൻ കുജനോടൊത്താണെങ്കിലും അവിടെ കേതുവുണ്ട്, രാഹുവിൻ്റെ സാന്നിധ്യമുണ്ട്. രാഹുവാണെങ്കിൽ ഗുളികൻ്റെ ദൃഷ്ടിയിലാണ്. അപ്പോൾ ഗുളികനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ 7ാം ദൃഷ്ടി കർക്കിടകത്തിലേക്ക് വിവാഹസ്ഥാനത്തേക്ക് വരുന്നു. ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ രാഹുവിൻ്റെ ദൃഷ്ടി 7ാം ഭാവാധിപനിലേക്കും വരുന്നു. അവിടെ കേതുവുമുണ്ട്. ഈ 2-3 കാരണങ്ങൾ കൊണ്ട് തന്നെ വിവാഹത്തിനൊരല്പം സാധാരണയിൽ കൂടുതൽ വൈകുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ അവിടെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ തന്നെയാണ്. വിവാഹത്തിനോട് വലിയ താല്പര്യം കാണിക്കാതിരിക്കുക പോലെയുള്ള ചിന്താഗതികൾ മറ്റ് പല കാര്യങ്ങളിലും, എന്ന് വെച്ചാൽ ജോലി സംബന്ധമായ പണസംബന്ധമായിട്ടുള്ള മറ്റ് പല കാര്യങ്ങളിലും മനസ്സ് വ്യാപരിക്കുകയും ചെയ്യുക. വിവാഹം പോലെയുള്ള കാര്യങ്ങൾ കുറച്ച് നീണ്ടാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലായിട്ടുള്ള ഒരു ചിന്ത, ഒരു പ്രോസസ്സ് തലച്ചോറിൽ തോട്ട് പ്രോസസ്സിൽ സംഭവിക്കുക പോലെയുള്ള കാര്യങ്ങൾ ഇത്തരക്കാർക്ക് വളരെ സഹജമാണ്. 7ാം ഭാവവുമായി ബന്ധപ്പെട്ട് ശനിയുടെ ദൃഷ്ടിയോ ശനിയുടെ സാന്നിധ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ അത്തരക്കാർക്ക് വിവാഹം ഒരല്പം വൈകി നടക്കുന്ന ഒരു സാധാരണ കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ ലഗ്നത്തിലേക്ക് വരുന്ന വ്യാഴം, ലഗ്നത്തിൽ നിൽക്കുന്ന ശനി, ഗുളികൻ്റെ ആദ്യഘട്ടത്തെ നെഗറ്റീവ്സ് വ്യാഴം കൊണ്ട് പരിഹരിച്ചാൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കാൻ സാധ്യത ഉള്ള ഒരു ഗ്രഹനിലയാണ്. 10-ൽ ശുക്രനാണ്, വർഗോത്തമം ചെയ്തു നിൽക്കുന്നു. അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. ബുധൻ അവിടെ ഉണ്ടെന്നിരുന്നാൽ തന്നെയും ലഗ്നാൽ 9-ലെ വ്യാഴം 9-ൽ തന്നെ ബുധൻ നിൽക്കുന്നു, സ്വന്തം ക്ഷേത്രത്തിൽ ഉച്ചത്തിൽ. ഇതെല്ലാം തന്നെ ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന പോസിറ്റീവായിട്ടുള്ള സയൻസ് തന്നെയാണ്. ഇദ്ദേഹം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തെങ്കിലും ഹെൽത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ ഉടനടി വൈദ്യസഹായം തേടുക. അതുപോലെ തന്നെ വാഹനങ്ങൾ പോലുള്ള കാര്യങ്ങൾ ഏത് സമയത്താലും ഉപയോഗിക്കുന്നതിലൽപ്പം ശ്രദ്ധ കൊടുക്കുക. ചെലവുകളെ നിയന്ത്രിക്കുക. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വരുന്ന പാർട്ട്ണർ കൃത്യമാണോ, ജാതകങ്ങൾ തമ്മിൽ ചേർന്ന് പോകുമോ, വ്യക്തികൾ തമ്മിൽ ചേർന്ന് പോകുമോ, ഈ 2 കാര്യങ്ങളും കൃത്യമായി പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷമേ വിവാഹത്തിലേക്ക് പോകാവൂ. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ പുണർദമാണ് നക്ഷത്രം, വ്യാഴദശയിൽ ജനിച്ചു, 2002 വരെ വ്യാഴം, ശേഷം ശനി 2021 വരെ, ശേഷം ബുധൻ 2038 വരെ, ശേഷം കേതു 7 കൊല്ലം 2045 വരെ, ശേഷം 20 കൊല്ലം ശുക്രൻ 2065 വരെ, ശേഷം സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ നടപ്പ് ദശ എന്ന് പറയുന്നത് ബുധനിൽ ശുക്രനാണ്. പൊതുവേ ബുധനിൽ ശുക്രനൊക്കെ നിന്ന് കഴിഞ്ഞാൽ വിവാഹത്തിന് ഏറ്റവും പറ്റിയ സമയം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പ്രത്യേകിച്ച് 9-ൽ നിൽക്കുന്ന ബുധനും മാളവ്യ യോഗം കൊടുക്കുന്ന ശുക്രനുമാണ്. പക്ഷേ അവിടെ ശനിയുടെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് തന്നെ വിവാഹകാരക ഗ്രഹമാണ് ശുക്രൻ. ശനിയുടെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് തന്നെ അത്തരം ഒരു ചിന്ത അല്ലെങ്കിൽ അത്തരം ഒരു താല്പര്യം ആ സമയത്ത് ചിലപ്പോൾ വർക്ക് ആയിക്കോണമെന്നില്ല. പക്ഷേ അത്തരമൊരു മേഖലയിലേക്ക്, അത്തരമൊരു വിവാഹം എന്ന് പറയുന്നൊരു പ്രക്രിയയിലേക്ക് ചിന്ത, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയാൽ വിവാഹം നടത്താൻ പറ്റിയ സമയം തന്നെയാണ് ബുധനിൽ ശുക്രൻ.
28/8/2024 തൊട്ട് 29/6/2027 വരെ. അപ്പോൾ ബുധദശ പൊതുവെ 9-ൽ നിൽക്കുന്ന ബുധനാണ്. അതുപോലെ തന്നെ ശുക്രൻ മാളവ്യ യോഗം കൊടുത്താണ് നിൽക്കുന്നത്, വർഗോത്തമം ചെയ്തുമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളെല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ജോലി സംബന്ധമായിട്ട് 10-ലാണ്, ജോലി സംബന്ധമായിട്ടൊക്കെ ഒരുപാട് ഗുണഫലങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള, പുതിയ അവസരങ്ങൾ വരാൻ സാധ്യതയുള്ള, അതുവഴി കറക്റ്റ് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ജീവിത നേട്ടങ്ങൾ ഉന്നതമായ രീതിയിൽ അത്യാഡംബരങ്ങളോടുകൂടി, മാളവ്യയോഗത്തിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ തന്നെയാണ് ആഡംബരം, അത്യാഡംബരം, ആഡംബരഭ്രമം, പ്രിയം ഒക്കെ. അതിൽ മിക്കതും സാധിച്ചു കിട്ടുകയും ചെയ്യും. ശുക്രനെ കൊണ്ടുള്ള മാളവ്യയോഗത്തിൻ്റെ പ്രത്യേകതയാണ് ആഡംബരം അല്ലെങ്കിൽ അത്യാഡംബരം. അപ്പോൾ ഇതിനെല്ലാം തന്നെ ചേർന്ന ഒരു ഗ്രഹനില തന്നെയാണത്. എന്നാൽ നേരത്തെ പറഞ്ഞ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ചെലവ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ വിവാഹം, പാർട്ട്ണർ എന്ന് പറയുന്ന അവസ്ഥ, ഇതെല്ലാം തന്നെ ഒരല്പം ശ്രദ്ധയോടെ കാണുകയും ചെയ്യുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.